ഛത്തീസ്ഗഡിൽ 3 സേനാംഗങ്ങൾക്ക് വീരമൃത്യു. മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച IEDകൾ നീക്കം ചെയ്യുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. വി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, മാവോയിസ്റ്റ് സ്വാധീന മേഖലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആസൂത്രിതമായ നീക്കം എന്നതാണോ മനസ്സിലാകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലാണ് ഈ സംഭവമുണ്ടായത്. 3 പേർക്കാണ് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഈ അപകടം സംഭവിച്ചത്. IEDകൾ നീക്കം ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു സേനാംഗങ്ങൾ. ഇവർ ഉൾപ്പെടുന്നത് ജില്ലാ റിസർവ് ഗാർഡിലെ സേനാംഗങ്ങളാണ്. ഈ 3 പേർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ നിന്ന് IEDകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതായത് ഇത് മൈനുകളാണ്. നേരത്തെ കീഴടങ്ങിയ മാവോയിസ്റ്റുകളുണ്ട്. അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മൈനുകൾ നിർവീര്യമാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. ഇതിനിടയിൽ ഒരു IED പൊട്ടിത്തെറിക്കുകയായിരുന്നു. നേരത്തെ തന്നെ നമുക്കറിയാം IEDയുടെ പ്രവർത്തനങ്ങൾ അത് ഈ പ്രഷർ സെൻസറുകളോ മൊബൈൽ ഫോണോ റിമോട്ട് കൺട്രോൾ സിസ്റ്റമോ ഒക്കെ ഉപയോഗിച്ച് സ്ഫോടനം നടത്തുന്നതാണ്. ഇങ്ങനെ സേനാംഗങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ തകർക്കുന്നതിന് വേണ്ടി റോഡ് സൈഡിൽ ഒക്കെയും അല്ലെങ്കിൽ റോഡുകളിലൊക്കെ തന്നെയാണ്, പാതകളിലൊക്കെ തന്നെയാണ് ഇത്തരം IEDകൾ സ്ഥാപിക്കുന്നത്. അത് നീക്കം ചെയ്യുന്നതിനിടെയാണ് ഇവർക്ക് 3 പേർക്കും ഇപ്പോൾ ഇങ്ങനെ വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത്. ഇൻസ്പെക്ടർ സുഖ്റാം വാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കൊമ്ര, സഞ്ജയ് ഗാൽപലെ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. തുടർന്ന് 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇവർക്ക് ജീവൻ നഷ്ടമായി. പരിക്കേറ്റ മറ്റൊരു കോൺസ്റ്റബിൾ പരമാനന്ദ് കുമ്ര ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡിൽ വീണ്ടും ഒരു സംഘം മാവോയിസ്റ്റുകൾ കീഴടങ്ങിയത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനകൾ നടത്തിയതും. ആ ഒരു പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഛോട്ടാബേദിയെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൈനുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സംഘത്തിന് രൂപം നൽകിയത്. പ്രദേശത്ത് മാവോയിസ്റ്റുകൾക്ക് വലിയ ആധിപത്യമുള്ള മേഖലയാണ്. ഒരു DRG സംഘത്തെ പ്രത്യേകമായി ഈ പരിശോധനകൾക്ക് വേണ്ടി വിന്യസിക്കുകയായിരുന്നു. ഇതിൽ ഉൾപ്പെട്ട സേനാംഗങ്ങളാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും നേരത്തെയും ഈ തരത്തിൽ ഛത്തീസ്ഗഡിൽ വലിയ തോതിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഏറ്റുമുട്ടലല്ല, മറിച്ച് ഈ മൈനുകൾ നീക്കം ചെയ്യുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് 3 പേർക്കും ജീവൻ നഷ്ടമായത്. രേണുക, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.